So, hello guys, നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നോക്കാം. ആദ്യം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബാർ മാഗ്നറ്റ്. അതായത് ഒരു ബാർ മാഗ്നറ്റിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതിനെ സാധാരണ PE എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ U എന്ന് ഡിനോട്ട് ചെയ്യും. ഏതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ T ഡോ ഡി തീറ്റ എന്നാണ്. T ഡോ ഡി തീറ്റ. ടോ എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടോർക്കാണ്. ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ടി തീറ്റ. സോ ആ ഇക്വേഷൻ നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ആ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് എന്താ പറയാ എം ബി കോസ് തീറ്റ എന്നാണ്. ഓക്കെ, മൈനസ് എം ബി കോസ് തീറ്റ, അല്ലെങ്കിൽ മൈനസ് എം ഡോട്ട് ബി എന്നും വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും വിളിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് എം ഡോട്ട് ബി എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും വെക്ടർ ആണ് കേട്ടോ. ഇത് സ്മോൾ എം അല്ല, രണ്ടും ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഡൈപോൾ സ്ട്രെങ്ത് അല്ല, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ അത് പ്രത്യേകം നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം കൂടെ, നമ്മളിപ്പോ ഒരു ബാർ മാഗ്നറ്റിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചു. ഓക്കെ, അപ്പോ ആ ബാർ മാഗ്നറ്റ് ഇങ്ങനെ നിൽക്കാന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. സോ ഈ ഒരു ബാർ മാഗ്നറ്റ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിക്ക് കറങ്ങാൻ ശ്രമിക്കും. ഓക്കെ, എപ്പോഴും ആ ഒരു എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിക്ക് കറങ്ങാനാവും, അല്ലെങ്കിൽ അതേപോലെ അലൈൻ ചെയ്യാനാവും എപ്പോഴും ശ്രമിക്കുക. സോ അതിന് ഒരു വർക്ക് വേണം. ഓക്കെ, അപ്പൊ ഒരു വർക്ക് വേണം. സോ ആ വർക്ക് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ in turning a magnet. Okay, spelling ഒക്കെ വെച്ചും from θ1 to θ2. θ1 എന്ന് പറഞ്ഞാൽ θ1 to θ2. Okay, θ1 to θ2. അതായത് ആദ്യം ഇങ്ങനെ കറക്കുമ്പോൾ ആംഗിൾ ആണ് θ1, പിന്നെ അത് കറങ്ങിയിട്ട് ഒരു പൊസിഷനിലാവില്ലേ, അതാണ് θ2. അത് ക്വസ്റ്റ്യൻ തരും, അതിനെപ്പറ്റി വല്ലാതെ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ മതി. വർക്ക് ആണുള്ള ഇക്വേഷൻ W is equal to mb, ക്യാപിറ്റൽ M ക്യാപിറ്റൽ B ഇൻറ്റു കോസ് എന്താ പറയാ θ1 മൈനസ് കോസ് θ2 ആയിരിക്കും. W is equal to ക്യാപിറ്റൽ MB ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 ആയിരിക്കും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മെൻഷൻ മാത്രം ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഓസിലേഷൻ ഓഫ് ബാർ മാഗ്നറ്റ്. അതായത് നമ്മൾ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യും മക്കളെ? ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് അതൊക്കെ പറഞ്ഞുതരാം. ഇതെന്ന് ഈ ഭാഗത്തുനിന്ന് നീറ്റിനും IIT ഒക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ when a magnet is oscillating in earth magnetic field, then its time period is given by, അതായത് നമ്മളൊരു മാഗ്നറ്റിനെ തൂക്കിയിട്ടാൽ അതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കറങ്ങുമ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ടാവും. സോ ആ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് T ഈസ് ഈക്വൽ ടു എന്താ പറയാ ഈസ് ഈക്വൽ ടു T ഈസ് ഈക്വൽ ടു 2 pi into root of I all divided by T is equal to 2 pi root of I all divided by MB എന്നുള്ളതാണ്. I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. നമ്മൾ റൊട്ടേഷൻ മോഷനിൽ പഠിച്ച മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I. M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. B എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ. B എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ട്. അതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഈ ഇക്വേഷൻ. ഓക്കെ, ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. അത് അങ്ങനെ പറഞ്ഞാൽ മതി. സോ T is equal to 2 pi root of I by MB. ഓക്കെ, I by MB. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതേപോലെ തന്നെ when the magnet is placed vertically, മാഗ്നറ്റ് എന്തെങ്കിലും ഇങ്ങനെ വെർട്ടിക്കലി വെച്ചാൽ അത് ഒരിക്കലും ഓസിലേറ്റ് ചെയ്യൂല. ഓക്കെ, അത് വേറെ ഏത് ആംഗിളും വെക്കാം, വെർട്ടിക്കലി വെക്കരുത് മാഗ്നറ്റ്. ഇത് നമ്മൾ സാധാരണ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇങ്ങനെ തൂക്കിടുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. സോ ആ ടൈം പീരീഡ് ആണ് T is equal to 2 pi root I by MB എന്ന് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ നോക്കി വെക്കുക. ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ. സോ T is equal to 2 pi root I by MB. അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ഉണ്ട്. ഓക്കെ, സോ അതും കൂടെ നോക്കാം. സോ അതൊന്നും വല്ലാതെ പറയണമെന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ഏരിയ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം. ഈസ് ദ നമ്പർ ഓഫ് magnetic field lines passing perpendicular to unit area. ഓക്കെ, സോ അത് കാണാൻ അതിന് 5B എന്ന ഡിനോട്ട് ചെയ്യുക. ഓക്കെ, 5B കാണാൻ കുറെ ഇക്വേഷൻസ് ഉണ്ട്. 5B is equal to B dot A എന്ന് കാണാം നിങ്ങൾക്ക്. B dot A എന്ന് പറഞ്ഞാൽ BA cos theta. 5B is equal to B dot A, അതായത് BA cos theta. ഒന്നാമത്തെ കാണാനുള്ള ഇക്വേഷൻ. ഈ 5B ക്ക് നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ കാണാം. 5B is equal to ഇന്റഗ്രൽ
ബി ഡോട്ട് എന്ത് ചെയ്യാം ഡി എസ് എന്നും കാണാം. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ആണ്. ഓക്കെ, ഡി എസ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഓക്കെ, ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് WB എന്ന് ഡിനോട്ട് ചെയ്യുക, വെബർ ആണ് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഓക്കെ, സോ അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു എ മാഗ്നറ്റ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. അതായത് നമ്മൾ സാധാ ഗോസസ് ലോ ഇൻ ഇവിടെ പഠിച്ചിരുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക്, അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഏരിയ എടുത്തു. ഓക്കെ, അത് കാരണം ഒരു ഏരിയ എടുത്തു, അതേപോലെ അതിന് ചുറ്റും അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസിനെ എൻക്ലോസ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും സീറോ ആയിരിക്കും. അതായത് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്തായിരിക്കും ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ഇമ്പോസിബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മോണോപോൾ ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ഗോസസ് ലോ. ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു സീറോ ആയതുകൊണ്ടാണ് മാഗ്നറ്റിന് മോണോപോൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അടുത്തത് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു എ പോൾ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പോൾ സ്ട്രെങ്ത്. അതായത് നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടല്ലോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പോൾ സ്ട്രെങ്ത് എം ആയിരിക്കും. ക്യാപിറ്റൽ എം അല്ല, സ്മോൾ എം. അതായത് ഒരു മാഗ്നറ്റിന് പോൾ സ്ട്രെങ്ത് ഉണ്ടാവും, ഇവിടെ സ്മോൾ എം പോൾ സ്ട്രെങ്ത് ഉണ്ടാവും. സോ അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും ആ ഒരു ഫ്ലക്സ്. ഫ്ലക്സ് കൂടുമ്പോൾ മാഗ്നറ്റിക് എന്താ പറയാ ഡൈപോൾ സോറി ഇത്രേ ഉള്ളൂ. ഫ്ലക്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുത്തെ പോൾ സ്ട്രെങ്ത് കൂടും. പോൾ സ്ട്രെങ്ത് കുറയുമ്പോൾ ഫ്ലക്സ് കുറയും. ഇത് സ്മോൾ എം ആട്ടോ, ക്യാപിറ്റൽ എം അല്ല, പ്രത്യേകം നോക്കുക. ഓക്കെ, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സാധനം എർത്തിന്റെ മാഗ്നറ്റിസം ആണ്. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റിസം ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എർത്തിന്റെ മാഗ്നറ്റിസം നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റിസം അത് കുറച്ചുണ്ട്, കുറച്ച് പറഞ്ഞാൽ ഇത്തിരി ഉണ്ട്, അല്ലാതെ കൂടുതലുണ്ടോ ഇല്ല, ഇച്ചിരി ഉള്ളൂ. സോ സംഭവം മുറ്റാണ്, സംഭവം മുറ്റാണ്. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റിസം, അതായത് എർത്ത് നമ്മളിപ്പോ എർത്ത് എടുത്താൽ എർത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു മാഗ്നറ്റ്, ഒരു ഇമാജിനറി മാഗ്നറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. സോ അത് കാരണം എന്തുണ്ടാവും, എർത്തിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എർത്ത് മാഗ്നറ്റിസത്തിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ഫീൽഡിനെ പറയുന്ന പേരാണ് ജിയോ മാഗ്നറ്റിസം. ഇനി എർത്തിന്റെ മാഗ്നറ്റിസം എങ്ങനെ ഉണ്ടാവുന്നു? എർത്ത് മാഗ്നറ്റിസം arises due to the electric current produced by connecting motion of metallic fluid in outer core. ദിസ് ഈസ് നോൺ ആസ് ഡൈനാമോ എഫക്റ്റ്. അതായത് എർത്തിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, അവിടെ കുറെ മെറ്റൽ ഉണ്ടാവും. അപ്പൊ ആ മെറ്റലൊക്കെ എന്ത് ചെയ്യും, ഉരുകിയിട്ട് ഫ്ലൂയിഡ് ആയിട്ട് മാറും. സോ ആ ഫ്ലൂയിഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും. സോ ഈ ഒരു കറണ്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്, എർത്തിന്റെ മാഗ്നറ്റിസം ഉണ്ടാവുന്നത്. സോ ആ ഒരു എഫക്റ്റിന് ഡൈനാമോ എഫക്റ്റ് എന്നാ പറയാ. ആ എഫക്റ്റിന് എന്താ പറയാ, ഡൈനാമോ എഫക്റ്റ് എന്നാ പറയാ. ഇനി അടുത്തത് സ്ട്രെങ്ത് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്, എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ആ സ്ട്രെങ്ത് എന്താ ചെയ്യും, വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് സർഫസ് മാറുന്നതിനനുസരിച്ച് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 10⁻⁻5 ടെസ്ലയാണ്. സോ 10⁻⁻5 ടെസ്ലയാണ് അതിന്റെ ഓർഡർ, സംതിങ് ഇൻറ്റു 10⁻⁻5 ടെസ്ല. ഇനി അടുത്തത് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റെൻഡ് നിയർലി അപ് ടു 5 ടൈം ഓഫ് ഇസ് റേഡിയസ്. അതായത് എർത്തിന്റെ റേഡിയസിന്റെ 5 ഇരട്ടി എന്ത് ഉണ്ടാവും, 5 ഇരട്ടിനേക്കാൾ ദൂരം ഉണ്ടാവും, അല്ലെങ്കിൽ ലിമിറ്റ് ഉണ്ട് എന്ത് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇതിപ്പോ എർത്ത് ആണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ റേഡിയസ് 6 അല്ലേ, അപ്പൊ 5r ഡിസ്റ്റൻസ് വരെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിസത്തിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ പഠിക്കാറുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ പഠിക്കാറുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ NCERT ഇല്ലാത്ത കുറെ ഫോർമുലാസ് ഉണ്ട്. സോ അത് വളരെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഞാൻ ആദ്യം എർത്ത് വരക്കട്ടെ കേട്ടോ. സോ ഞാൻ എർത്ത് വരച്ചു. എർത്തായി പോയില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എർത്ത് വരക്കാൻ പോവാണ്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ എർത്ത്. സോ എർത്ത് ഞാൻ വരക്കാൻ പോവാണ്. സോ ഇതാണ് നമ്മൾ എർത്ത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എർത്ത്. എർത്തിന്റെ സെന്ററിൽ കൂടെ ആരുണ്ടാവും, എർത്തിന്റെ സെന്ററിൽ കൂടെ പല സാധനങ്ങളും ഉണ്ടാവും. പിന്നെ എർത്തിന് പോളുണ്ട്, ഇക്വേറ്റർ ഉണ്ട്, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എർത്തിന് പോളുണ്ട്, ഇക്വേറ്റർ ഉണ്ട്. സോ എർത്തിന്റെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എർത്തിന്റെ സെന്റർ ആണ് എന്ന് വിചാരിക്കാം, അതിലൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. സോ എർത്തിന്റെ സെന്റർ ആണത്. ഓക്കെ, എർത്തിന്റെ സെന്റർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ആക്സിസിനെ പറയുന്ന പേരാണ് ജോഗ്രഫിക് ആക്സിസ്. ഓക്കെ, സോ അത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോ ഇനി അടുത്തത് അതേപോലെ തന്നെ എർത്തിന്റെ ഇതിന് നേരെ ഇങ്ങനെ വേറൊരു ആക്സിസും കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് നേരെ ഒരു ആക്സിസ് ഇങ്ങനെയും പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നേരെ ഒരു ആക്സിസ് ഇങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് മതി. ഓക്കെ, ഈ രണ്ട് ആക്സിസുകളുടെ പേര് പറഞ്ഞുതരാം. സോ ഇവിടെ എർത്തിനൊരു മാഗ്നറ്റ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ എർത്തിന്റെ മാഗ്നറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റ് എന്ന് പറയുന്നത് സപ്പോസ് എന്താ പറയുക, ഇവിടുന്ന് തൊട്ട് ഇതാണ് എർത്തിന്റെ ഇമാജിനറി മാഗ്നറ്റ്. ഓക്കെ,
സോ എർത്തിന്റെ ഇമാജിനറി മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ എർത്തിന്റെ ഇമാജിനറി മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, എർത്തിന്റെ നോർത്ത് പോളാണ്. സോ NG എന്ന് കൊടുത്തു. ഇവിടെ സൗത്ത് പോൾ ഉണ്ട്, എർത്തിന്റെ സൗത്ത് പോളാണ്, അതിനെ SG എന്ന് കൊടുത്തു. ഇവിടെ NM എന്ന് കൊടുത്തു, മാഗ്നറ്റിന്റെ നോർത്ത് പോളാണ്. ഇവിടെ SM എന്ന് കൊടുത്തു, മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ്. ഓക്കെ, ഈ ഒരു ആക്സിസ് കണ്ടില്ലേ, ഈ ആക്സിസിന് ഒരു പേരുണ്ട്. ഈ ആക്സിസിന്റെ പേരാണ് ജോഗ്രഫിക് ഓർ പോളാർ ആക്സിസ്. ഓക്കെ, ഇതിന്റെ പേരാണ് ജോഗ്രഫിക് ഓർ പോളാർ ആക്സിസ്. പിന്നെ ഈ ഒരു ആക്സിസിനെ കണ്ടില്ലേ, ഈ ആക്സിസിന്റെ പേരാണ് മാഗ്നറ്റിക് ആക്സിസ്. ഈ ഒരു ആക്സിസിന്റെ പേരാണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ആക്സിസുകളും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 11.5 ഡിഗ്രി ആണ്. ഓക്കെ, അതായത് നമ്മളെ മാഗ്നറ്റിക് ആക്സിസും അതേപോലെ ജോഗ്രഫിക് ആക്സിസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 11.5 ഡിഗ്രി ആണ്. സോ അതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറെ കുറെ സംഭവങ്ങൾ പഠിക്കാണ്ട്. ആദ്യം ജോഗ്രഫിക് മെറിഡിയൻ എന്താണ്? It is a vertical plane to a given place passing through the geographic axis of Earth. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസ് എടുക്കുക, അതിലെ ജോഗ്രഫിക് ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനെ പറയുന്ന പേരാണ് GM, എന്താ പറയാ, ജോഗ്രഫിക് മെറിഡിയൻ. ജസ്റ്റ് അങ്ങനെ ബൈഹാർട്ട് ചെയ്യുക, അതങ്ങനെ വാട്ടീസ് എന്ന് പറഞ്ഞ് ചോദിക്കൊന്നുമില്ല. ദെൻ മാഗ്നറ്റിക് മെറിഡിയൻ, അതെന്താണ്? മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിൻ ഈ കൂടെ പാസ് ചെയ്യണം, വിച്ച് പാസസ് ത്രൂ ദ മാഗ്നറ്റിക് ആക്സിസ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ആക്സിസ് കൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് അത് അതേപോലെ ബൈഹാർട്ട് ചെയ്യുക, വേറെ ഒന്നിനും നിങ്ങൾ നിൽക്കണ്ട. ഓക്കെ, ഈ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണമുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണമുണ്ട്, എന്താന്ന് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യാൻ മറന്നു. എന്തായാലും എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്, അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്സിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ആദ്യത്തെ പാരാമീറ്റേഴ്സ് ആണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ GM ആൻഡ് MM, ജോഗ്രഫിക് മെറിഡിയന്റെയും മാഗ്നറ്റിക് മെറിഡിയന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ഫൈ എന്ന് പറയുന്നത്. അടുത്തത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് B ആണെങ്കിൽ അത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് BH ആയിട്ടും അതേപോലെ വെർട്ടിക്കൽ കമ്പോണന്റ് BV ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് BH ആണ്, അതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. ഇനി അടുത്തത് ഓക്കെ, ആംഗിൾ ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ഡിപ്പ് എന്ന് പേര് പറയും. അത് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുക. അതെന്താണ്? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ എർത്ത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതായത് എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതേപോലെ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ മാഗ്നറ്റിക് ഫീൽഡ് BHന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ഡിപ്പ് എന്ന് പറയുന്നത്, അതായത് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത്. സോ ഞാനത് വരച്ച് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ എർത്ത് എന്ന് പറയുന്നത്. സോ ഇതാണല്ലോ നമ്മളെ എർത്ത്. പിന്നെ എർത്തിന് എന്തുണ്ട്? എർത്തിലൂടെ ഒരു മാഗ്നറ്റ് കടന്നു പോകുന്നുണ്ട്. സോ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റ്. സോ ഇതിവിടെ സൗത്ത് പോളാണ്, അതേപോലെ ഇവിടെ നോർത്ത് പോളാണ്. ഇതിവിടെ ഒരു മാഗ്നറ്റിക് ആക്സിസ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേപോലെ. പിന്നെ ഇതിവിടെ ഒരു ജോഗ്രഫിക് മെറിഡിയൻ ഒക്കെ ഉണ്ടാവും, എന്തേലും ആട്ടെ. സോ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോവുക? അത് സൗത്ത് ആണ്, ഇവിടെ നോർത്ത് ആണ് അല്ലെ. നോർത്ത് നിന്ന് സൗത്തേക്കാണ് എപ്പോഴും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് പോവുക. സോ എത്ര മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ഇത് സൗത്ത് പോളാണ്, ഇവിടെ നോർത്ത് പോളാണ്. സോ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഞാൻ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കി എന്താ സംഭവിക്കാം? സോ ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടുന്ന് ഞാൻ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ അപ്പിലോട്ടായിരിക്കും. ഓക്കെ, സോ നേരെ അപ്പിലോട്ടായിരിക്കും. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തേക്കും അതേപോലെ ഈ ഭാഗത്തേക്കും അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്തേക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ മുകളിലത്തെ സാധനമാണ്. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ടാൻജന്റ് വരച്ചാൽ മതി. സോ നമ്മൾ ടാൻജന്റ് വരച്ചു. സോ ഇവിടെ B ആണ്. സോ ഇവിടെയുള്ള ആംഗിൾ തീറ്റയാണ്. സോ ഈ ഭാഗം എന്ത് വരും? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ബി കോസ് തീറ്റ എന്ന് വരും. ഈ ഭാഗം ബി സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ബി സൈൻ തീറ്റ നമ്മൾ ബി എന്ന് വിളിക്കുന്നു, അതായത് ബി വെർട്ടിക്കൽ എന്ന് വിളിക്കും. അതേപോലെ ബി കോസ് തീറ്റ നമ്മൾ BH ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടിന്റെ ഇക്വേഷൻസ് നോക്കിയാൽ മതി. ഓക്കെ, BH കാണാനുള്ള ഇക്വേഷൻ എന്താണ്? BH ഈസ് ഈക്വൽ ടു എന്താണ്? ബി കോസ് തീറ്റയാണ്. അതേപോലെ BV എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ബി സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? അപ്പോ അതേപോലെ ഇതിന് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? BH സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? BV സ്ക്വയർ ആയിരിക്കും. ഓക്കെ, B എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, B എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡ്.
ഓഫ് എർത്ത്. ഓക്കെ, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് √BH² പ്ലസ് എന്തായിരിക്കും BV² ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പാണ്, ഡിപ്പ് ആംഗിൾ ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ എർത്ത്, ഇതിപ്പോ എർത്താന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എർത്ത്. ഓക്കെ, ഇതിവിടെ എർത്ത് ഉണ്ട്. പിന്നെ എർത്ത് ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എന്ന് പറയും. ലാംഡ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ആണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ആണ് എന്താ പറയാ, ലാംഡ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും, പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. സോ ഇക്വേറ്ററിന്റെ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ലാംഡ 0 ആയിരിക്കും. അതേപോലെ പോളിന്റെ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ ലാംഡ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാംഡ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഈ ഡിപ്പും അതേപോലെ, ഡിപ്പ് എന്ന് പറഞ്ഞാൽ തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എപ്പോഴും 2 × ടാൻ ലാംഡ ആയിരിക്കും. ഇത് നീറ്റിന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പ് ആംഗിൾ, ഡിപ്പ് എന്ന് പറഞ്ഞാൽ തീറ്റ, അതേപോലെ ലാറ്റിറ്റ്യൂഡ് ആംഗിൾ, അത് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 2 ടാൻ ലാംഡ ആയിരിക്കും. സോ ഈ ഇക്വേഷൻ നോക്കി വെക്കാം. സോ എർത്ത് മാഗ്നറ്റിക്സിൽ ചോദിക്കുന്ന ഇക്വേഷൻ ഒന്ന് ഇത് പിന്നെ അതൊക്കെ ചോദിക്കും. പിന്നെ BH, B cos θ, BV, B sin θ, ടോട്ടൽ √BH² പ്ലസ് BV². സോ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ എർത്ത് മാഗ്നറ്റിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വെച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളെ സിലബസിൽ ഇല്ലാത്ത വേറൊരു സാധനം പക്ഷേ എക്സാമിന് ചോദിക്കും, മാഗ്നറ്റിക് മാപ്പ്. ഓക്കെ, നമ്മള് മാഗ്നറ്റിക് മാപ്പ് എന്ന് പറഞ്ഞാൽ എർത്തിൽ എവിടെയൊക്കെ മാഗ്നറ്റിസത്തിന്റെ എഫക്ട് ഉണ്ട് എന്ന് നമ്മൾ മാഗ്നറ്റിക് മാപ്പ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ അത് നമുക്കൊന്ന് വെറുതെ നോക്കാം. വെറുതെ നോക്കിയാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഞാൻ അത് ഉൾപ്പെടുത്തൂലായിരുന്നു, അഥവാ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ഓക്കെ, സോ മാഗ്നറ്റിക് മാപ്പിൽ കുറെ ലൈൻ ഉണ്ടാവും. ഒന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഐസോക്ലിനിക് ലൈൻ ആണ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ദീസ് ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ആംഗിൾ ഓഫ് ഡിപ്പ്. അതായത് തീറ്റ സെയിം ആയ കുറെ പ്ലേസുകൾ എർത്തിലുണ്ടാവും. സോ അതൊക്കെ ജോയിൻ ചെയ്യുന്ന ലൈനുകളാണ് ഐസോക്ലിനിക് ലൈൻ എന്ന് പറയാം. ഓക്കെ, ലൈൻ ജോയിനിങ് പ്ലേസസ് ഓഫ് 0 ഡിഗ്രി, അതായത് മാഗ്നറ്റിക് ഇക്വേറ്റർ, നമ്മൾ എർത്തിനൊരു ഇക്വേറ്റർ ഉണ്ട്, അതേപോലെ മാഗ്നറ്റിനൊരു ഇക്വേറ്റർ ഉണ്ടാവും 0 ഡിഗ്രി. അത് ജോയിൻ ചെയ്യുന്ന ലൈനുകളൊക്കെ അക്ലിനിക് ലൈൻ എന്ന് പറയും. ദെൻ അഗോണിക് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ ജോയിൻ ഇൻ ഈക്വൽ പ്ലേസസ് ഓഫ് 0 ഡിഗ്രി ഡിക്ലിനേഷൻ. ഓക്കെ, ഡിക്ലിനേഷൻ 0 ഡിഗ്രി ആയ പ്ലേസസിലൊക്കെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് അഗോണിക് ലൈൻ. ദെൻ ഐസോഗോണിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഡിക്ലിനേഷന്റെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഫൈ ആണ് ഡിനോട്ട് ചെയ്തത്. സോ ഫൈ ഉള്ള പ്ലേസിലുള്ള കുറെ ആംഗിളിൽ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും, അവരൊക്കെ ജോയിൻ ചെയ്യുക, ആ ലൈനുകളൊക്കെ. അതിനാണ് നമ്മൾ ഐസോഗോണിക് ലൈൻ എന്ന് പറയാം. ദെൻ ഐസോഡൈനാമിക് ലൈൻ, ഈക്വൽ പ്ലേസ് BH എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ വാല്യൂ ഈക്വൽ ആയ പ്ലേസുകളൊക്കെ ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യുക, അതാണ് ഐസോഡൈനാമിക് ലൈൻ. ദെൻ ഡിപ്പ് സർക്കിൾ, നമ്മുടെ ഡിപ്പ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ ഡിപ്പ് ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനാണ് ഡിപ്പ് സർക്കിൾ എന്ന് പറയാം. അതിനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെ പറയുന്നവരാണ് ഡിപ്പ് സർക്കിൾ. അതെങ്ങനെ യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ, വെൻ ദ പ്ലെയിൻ ഓഫ് ദ സർക്കിൾ അതൊരു സർക്കിൾ പോലെയാണ്. ഓക്കെ, അതിനാണ് അങ്ങനെ പറയുന്നത്, സർക്കിൾ പോലെയാണ്. വെൻ ദ പ്ലെയിൻ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറിഡിയൻ, അതായത് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയനിൽ ആ പ്ലെയിനിൽ നമ്മൾ സർക്കിൾ വെച്ചാൽ ദ നീഡൽ ഷോസ് എന്ത് ചെയ്യും, ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയനിൽ നമ്മൾ ഈ സർക്കിൾ കൊണ്ടുപോയി വെച്ചാൽ ഒരു കോമ്പസ് ഒക്കെ പോലെയാണ്. സോ ആ സമയത്ത് നീഡിൽ എന്ത് ചെയ്യും, ശരിക്കുള്ള ഡയറക്ഷൻ കാണിച്ചു തരും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ. Then the angle made by the needle with the horizontal is called true dip or horizontal dip. അതായത് ഒന്നുമില്ല, ഇപ്പൊ നമ്മളെ എർത്ത് ഇതാണ്, ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മളെ ഡിപ്പ് സർക്കിള് ഈ ഭാഗത്തേക്കാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവുമല്ലോ, BH എന്ന് പറഞ്ഞ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവും, ചിലപ്പോൾ അത് എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ. സോ അത് തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ, ആ ആംഗിളിനെ പറയുന്ന പേരാണ് ട്രൂ ഡിപ്പ്. ഓക്കെ, ട്രൂ ഡിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒറിജിനൽ ഡിപ്പ് എന്ന് പറയാം, എന്ത് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, സോ ട്രൂ ഡിപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ഡിപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി അവിടെ വേറൊരു സാധനം കൂടെ ഉണ്ട്, അപ്പാരന്റ് ഡിപ്പ് എന്താണെന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രൂ ഡിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു. ഓക്കെ, ട്രൂ ഡിപ്പ് പഠിച്ചു. ഇനി നമുക്ക് അപ്പാരന്റ് ഡിപ്പ് എന്താണെന്നും കൂടെ നോക്കാം. അപ്പൊ ട്രൂ ഡിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, സോ okay, when the plane of the circle is not in magnetic meridian, okay, is not in magnetic meridian, then the angle made by, okay, then the angle made by, ഇത് കുറച്ച് ടഫ് ആണ്, നോക്കാം എന്താന്നുള്ളത്. ഓക്കെ, നോക്കാം എന്താണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് മാഗ്നറ്റിക് മെറീഡിയനിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് ട്രൂ ഡിപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ഡിപ്പ്. ഇനി നമ്മൾ മാഗ്നറ്റിക് മെറീഡിയനിൽ നമ്മൾ സർക്കിൾ വെച്ചില്ല, the plane is of dip circle is not in magnetic meridian, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് അപ്പാരന്റ് ഡിപ്പ്. അപ്പൊ ട്രൂ ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് മെറീഡിയനിൽ വെക്കുമ്പോൾ ആംഗിൾ, അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറീഡിയനിൽ വെക്കാതെ വേറെ എവിടെയെങ്കിലും വെക്കുമ്പോൾ ആംഗിൾ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത്, if θ1 and θ2 are the apparent dip observed in two vertical plane right angle to each other, then θ is the true dip.
സോ തീറ്റ 1 തീറ്റ 2 എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പാരന്റ് ഡിപ്പുകളാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ഡിപ്പാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അവരൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പാരന്റ്, തീറ്റ 1ഉം തീറ്റ 2ഉം അപ്പാരന്റ് ഡെപ്ത് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ഡിപ്പാണ്. സോ ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ 2 ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ is equal to cot square theta. So this is very important equation. Cot square theta 1 plus cot square theta 2 is equal to cot square theta. Okay, theta 1 theta 2 എന്താണ് apparent dip ആണ്, ഡിപ്പ്. തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ഡിപ്പ് ആണ്. സോ ദാറ്റ്സ് ഓൾ. സോ അതേപോലെ അത്രേ ഉള്ളൂ. ഇനി ഓക്കെ, ഇനി വേറെ ഒന്നുകൂടെ ഉണ്ട്. സപ്പോസ് എന്താ പറയാ, നമ്മൾ എർത്ത് ആണത്. ഓക്കെ, എർത്തിന്റെ മാഗ്നറ്റിക്, അതായത് ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ വിചാരിക്കാം. ഓക്കെ, ഇവിടെ എർത്ത് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ ആൽഫയാണ്. ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി എച്ച് ആണ്. ഇത് അതിന്റെ വേറൊരു കമ്പോണന്റ് ബി എച്ച് ഡാഷ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ബി എച്ച് ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു ബി എച്ച് ഇൻറ്റു എന്തായിരിക്കും? കോസ് ആൽഫ ആയിരിക്കും. ഓക്കെ, ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഇതിന് നമ്മൾ നേരെ കുറച്ച് മുകൾക്ക് ആക്കിയപ്പോൾ ഒരു ആംഗിൾ കിട്ടി, അതാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്ര മതി. അപ്പോ നമുക്ക് ഈ ആൽഫ, ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ അപ്പാരന്റ് ഡെപ്ത് കാണാൻ, ഡിപ്പ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാണ്. സോ അപ്പാരന്റ് ഡിപ്പ് കാണാനുള്ള ഒരു ഇക്വേഷൻ, അപ്പാരന്റ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ തീറ്റ 1 തീറ്റ 2, അല്ലെങ്കിൽ അപ്പാരന്റ് ഡിപ്പ് കാണാനുള്ള ഇക്വേഷൻ ടാൻ എന്താണ്? തീറ്റ ഡാഷ്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, വെറുതെ പറയാണ്. ടാൻ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ആയിരിക്കും. ഓക്കെ, ഇത് കഴിയുന്നില്ലെങ്കിൽ ഈ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിക്കോ. ഞാൻ വെറുതെ അറിയാതെ എഴുതി പോയതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കോട്ട് സ്ക്വയർ തീറ്റ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ 2 ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ. അതെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാതെ എഴുതി പോയപ്പോൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി പോയതാണ്. അത് നിങ്ങൾ കഴിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട, അതൊരു എൻട്രൻസിന് ചോദിക്കില്ല, കുറച്ച് ഹയർ ലെവൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. സോ നിങ്ങൾ അത് നോക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഓക്കെ, ദെൻ അവസാനത്തല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട്. മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ് കുറെ ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇഷ്ടംപോലെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്? ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആദ്യം മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ the extent to which the magnetic field can magnetize a magnetic substance. ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുമോ അതിന്റെ ഇന്റൻസിറ്റിക്കാണ് നമ്മൾ എച്ച് എന്ന് പറയുന്നത്. സോ എച്ച് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? B0 ബൈ എന്താണ്? μ0 ആണ്. ഓക്കെ, B0 ബൈ μ0. B0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ബി ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയില്ലെങ്കിൽ ഒന്ന് നോക്കണ്ട. H is equal to B0 by μ0, അല്ലെങ്കിൽ H is equal to എന്ത് ചെയ്താൽ മതി? B by mu എന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. H is equal to B by mu എന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ആ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത് ഫണ്ടമെന്റൽ ആയിട്ട് ഇത് പഠിച്ചാൽ മതി. H is equal to B0 by μ0 എന്ന് എടുക്കാം. അപ്പോൾ B0 എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ മീറ്റർ ഇൻവേഴ്സ് ആണ്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ഇൻവേഴ്സ് A ആയിരിക്കും. ഓക്കെ, അപ്പൊ H കഴിഞ്ഞു, ഇവിടെ എഴുതിയിട്ടുണ്ട്. Then intensity of magnetization capital I എന്നാ ഡിനോട്ട് ചെയ്യാറ്. സോ അതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ക്യാപിറ്റൽ M ഓൾ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ V ആണ്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നമ്മൾ കൈ എന്ന ഡിനോട്ട് ചെയ്യല്, കൈ M എന്ന ഡിനോട്ട് ചെയ്യല്. സോ അതെന്താ പറഞ്ഞത്? കൈ M എന്ന് പറഞ്ഞിട്ട് is defined as the ratio of I by H. ഓക്കെ, I എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, H എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി. സോ അത് തമ്മിലുള്ള ഒരു റേഷ്യോ ഒക്കെ ആണ് കൈ എം എന്ന് പറയാം. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ നോക്കുക. ദെൻ മാഗ്നറ്റിക് പെർമിയബിലിറ്റിക്ക് നമ്മൾ മ്യൂ എന്ന ഡിനോട്ട് ചെയ്യാം. മാഗ്നറ്റിക് പെർമിയബിലിറ്റിക്ക് നമ്മൾ മ്യൂ എന്ന ഡിനോട്ട് ചെയ്യാം. സോ അത് കാണാൻ ഇക്വേഷൻ മ്യൂ ഈസ് ഈക്വൽ ടു BM ഓൾ ഡിവൈഡഡ് ബൈ H ആണ്. ഓക്കെ, BM ഓൾ ഡിവൈഡഡ് ബൈ H. ഇവിടെ BM എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ H is equal to B by mu എന്ന് എഴുതിയില്ല. BM എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ മീഡിയം, B in a medium. ഏതെങ്കിലും ഒരു മീഡിയത്തിലെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ BM എന്ന് പറയാം. ഓക്കെ, ദെൻ റിലേറ്റീവ് പെർമിയബിലിറ്റി, അതിന് നമ്മൾ μR എന്ന ഡിനോട്ട് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യാം? μR എന്ന ഡിനോട്ട് ചെയ്യാം. സോ μR കാണാൻ ഇക്വേഷൻ μR is equal to mu by μ0. ഓക്കെ, മ്യൂ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ്. μ0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂ 8.85 × 10⁻².
ഇനി അതേപോലെ വേറൊരു ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, mu r is equal to 1 plus chi m. ഓക്കെ, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് mu r, അതും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി chi m തമ്മിലുള്ള എന്താ പറയാ റിലേഷൻ എന്ന് പറഞ്ഞാൽ mu r is equal to 1 plus chi m ആയിരിക്കും. ഓക്കെ, സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് മെറ്റീരിയൽസിലേക്ക് വളരെ പെട്ടെന്ന് കിടക്കാം. മാഗ്നറ്റിക് മെറ്റീരിയൽസ് മൊത്തം 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽസ് എത്ര ടൈപ്പ് ഉള്ളത്? മൊത്തം 3 ടൈപ്പ് ഉണ്ട്. സോ ആദ്യത്തെ മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ ആദ്യത്തെ മെറ്റീരിയൽ ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പെട്ടെന്ന് നോക്കാം. സോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. സോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ സാധനത്തിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് ചെയ്യും, വളരെ വീക്ക് ആയിട്ടാണ് മാഗ്നറ്റൈസ് ചെയ്യുക. നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മാഗ്നറ്റൈസ് ചെയ്യുക. മീൻസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ വീക്ക് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യുള്ളൂ. മാത്രമല്ല അവർ റിപ്പൾസീവ് ആയിരിക്കും ആ ഫോഴ്സ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ വാക്വം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇതിനിപ്പോ നമ്മൾ ഇവിടെ നോർത്ത് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു സൗത്ത് ഉണ്ട്. ഓക്കെ, നോർത്ത് സൗത്ത്, ഇതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ചാൽ ഇവിടെ നോർത്ത് വരും സൗത്ത് വരും. സോ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഇങ്ങനെ പോവാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്നും കറക്കൂല, റിപ്പൾഷൻ മൂലം ഒന്നും ഇങ്ങനെ ഉള്ളിൽ കൂടെ കറക്കൂല, ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, പുറത്തേക്കായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു രൂപം. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ഇതവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ ബി എം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി ഒ. ഓക്കെ, ബി ഒ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്, ബി എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി എം. ബി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് വാക്വം. ഓക്കെ, അതേപോലെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിന് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ഐ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ആണോ? അല്ല, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്. അതേപോലെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി chi m ന്റെ വാല്യൂ എന്തായിരിക്കും, സ്മോൾ ആൻഡ് നെഗറ്റീവ് ആയിരിക്കും ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും അതേപോലെ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഗ്രാഫ് വരച്ചാൽ അത് നേരെ ഇങ്ങനെ താഴോട്ട് പോകും. പിന്നെ അതേപോലെ പിന്നെ അതേപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റിന്റെ വാല്യൂ എപ്പോഴും 0 ലെസ് ദാൻ mu r ലെസ് ദാൻ 1 ആയിരിക്കും. ഇതിന്റെ ഇടയിലായിരിക്കും, 0ക്കും 1ന്റെ ഇടയിലായിരിക്കും mu r ന്റെ വാല്യൂ എപ്പോഴും. ഓക്കെ, അപ്പൊ അതോടുകൂടി അതും കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം ഇതിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ, ഡയമണ്ട്, ഗോൾഡ്, സോഡിയം ക്ലോറൈഡ്, H2 ആയിട്ട് കോമൺ ഉണ്ട് കേട്ടോ. H2, ഹൈഡ്രജൻ, ബിസ്മുത്ത്, കോപ്പർ, മെർക്കുറി. ഓക്കെ, സോ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കുറിച്ച് കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ നിങ്ങൾ അതേപോലെ വളരെ ഷോർട്ട് ആക്കി പറയാണ്. ദെൻ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഓക്കെ, സോ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഇതെല്ലാം ഉണ്ട്. സോ എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. എന്നിട്ട് നമുക്ക് ഹിസ്റ്ററിസിസും കൂടെ പറയാനുണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ കുറച്ച് ആ എർത്തിന്റെ മാഗ്നറ്റിസം പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്തു, ഇതായിപ്പോയി. സോ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് ചെയ്യും, ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, പിന്നെ അതിന്റെ ഉള്ളിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ വാക്യൂത്തിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ ഇത് ഒബേസ് ക്യൂറി ലോ. പാരാമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂറി ലോ എന്ന് പറഞ്ഞാൽ ലോ ഒബേ ചെയ്യും. അതായത് ക്യൂറി ലോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് chi m ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ലോനെ പറയുന്നവരാണ് ക്യൂറീസ് ലോ. എക്സാമ്പിൾ അലുമിനിയം, ഓക്സിജൻ, സോഡിയം, പൊട്ടാസ്യം, എന്താ പറയാ മാഗ്നീഷ്യം, മാംഗനീസ്, ടിന്ന് ലെഡ് പി ബി, ടിന്ന് SN. ഓക്കെ, പിന്നെ ഇവിടെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും, അതേപോലെ ചെറിയ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇവിടെ chi m ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും, അതേപോലെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവരെ റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ന്റെയും 2ന്റെയും ഉള്ളിലായിരിക്കും. പിന്നെ നമ്മൾ ഐയും എച്ച് ഒരു ഗ്രാഫ് വരച്ചാലോ, ഇവിടെ ഒരു ഐയും എച്ച് ഒരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ ഷേപ്പ് നേരെ ഇങ്ങനെ വരും. ഐ ഇവിടെ വരും, എച്ച് ഇവിടെ വരും. പിന്നെ ഈ സാധനം നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചാൽ, നോർത്ത് സൗത്ത്, ഇതിന്റെ ഉള്ളിൽ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ പോവും, ഒന്ന് മാത്രമേ പോവുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, നേരെ കുറച്ചിങ്ങനെ അട്രാക്ഷൻ വരെ വരും. പക്ഷെ വല്ലാതെ ഉള്ളിക്കാരും കടന്നു പോകില്ല, കാരണം വീക്കിലി അട്രാക്ഷൻ ആണ്. കണ്ടില്ലേ, വീക്കിലി അട്രാക്ഷൻ ആണ്, സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. then അവസാനത്തത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ലെറ്റ് മീ ചെക്ക് ദ ടൈം വൺസ്. ഓക്കെ, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഈ സബ്സ്റ്റൻസിന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇത് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഫെറോമാഗ്നറ്റിസം ഡിപ്പെൻഡ് അപ്പോൺ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. When we increase the temperature of a ferromagnet, its susceptibility increases, and at high temperature it turns into a paramagnet. അതായത് നമ്മളൊരു ഫെറോമാഗ്നറ്റിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാൽ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ TC എന്ന് പറയും, ക്യൂറി ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എത്തിയാൽ ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും.
സോ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ. ഇവിടെ എഴുതിയിട്ടുണ്ട് ടെമ്പറേച്ചർ വിച്ച് ദ ട്രാൻസിഷൻ ഫ്രം ഫെറോമാഗ്നറ്റിക് ടു പാരാമാഗ്നറ്റിക് ഒക്കേഴ്സ് ഈസ് കോൾഡ് ക്യൂറിസ് ടെമ്പറേച്ചർ. അതിന് എക്സാമ്പിൾ ആണ് അയൺ, കൊബാൾട്ട്, നിക്കൽ, പിന്നെ അവരൊക്കെ അലോയ്സും, പിന്നെ അൽനിക്കോ, ഗഡോലിനിയം, ഗഡോലിനിയം. ഓക്കെ, സോ ക്യൂറിസ് ടെമ്പറേച്ചർ മനസ്സിലായല്ലോ അല്ലെ? അതായത് ഇത്രയേ ഉള്ളൂ. ഫെറോമാഗ്നറ്റ് എന്ത് ചെയ്യും? ക്യൂറിസ് ലോ ഒക്കെ ഒബേ ചെയ്യും. അപ്പൊ ഫെറോമാഗ്നറ്റിന് എന്തായിരിക്കും? ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകിച്ച് നോക്കുക. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? കൈഎം ഈസ് ഈക്വൽ ടു ഒരു പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കുന്നു C/T. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ക്യൂറിസ് കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ ക്യൂറിസ് കോൺസ്റ്റന്റ് ആണ്. സിന്റെ പേരെന്താണ്? ക്യൂറിസ് കോൺസ്റ്റന്റ്. ക്യൂറിസ് എന്താ പറയാ? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ വേറെന്താ പറയാനുള്ളത് വെച്ചാൽ വേറെന്താ പറയാന്ന് വെച്ചാൽ ഇവിടെ ഐന്റെ വാല്യൂ, ഇവിടെ ഫെറോമാഗ്നറ്റ് നമ്മൾ സംസാരിക്കണം കേട്ടോ. ഇവരെ ഐന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിരിക്കും, അതേപോലെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വരെ കയ്യമ്മിന്റെ, പിന്നെ അതേപോലെ തന്നെ അതൊക്കെ അതേപോലെ ഇങ്ങനെ എടുത്തു വെക്കുക. പിന്നെ അതേപോലെ നമ്മൾ വേറെ നോക്കാനുള്ള എന്താ വെച്ചാൽ കയ്യമ്മിന്റെ വാല്യൂ, സ്മോൾ ആൻഡ് പോസിറ്റീവ് അല്ല, ലാർജ് പോസിറ്റീവ് ആയിരിക്കും അതിന്റെ വാല്യൂ. കയ്യമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞാലും അതും പോസിറ്റീവ് ആയിരിക്കും. മ്യൂആറിന്റെ വാല്യൂ വെരി 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 ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 1 ആയിരിക്കും. ഓക്കെ, ലാർജ് ആൻഡ് പോസിറ്റീവ് ആണ്. അതേപോലെ കയ്യമ്മും എന്തായിരിക്കും? ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എല്ലാം വളരെ കൂടുതലായിരിക്കും ഇവർക്ക്. ഓക്കെ, അപ്പോ പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്തു? ഒരു നോർത്തിന്റെയും സൗത്തിന്റെയും ഇടയിൽ വെച്ചാൽ, ഇവിടെ നോർത്ത് സൗത്തിന്റെ ഇടയിൽ വെച്ചാൽ ഇവിടെ ഇതാണ് നമ്മളെ ഫെറോമാഗ്നറ്റ് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കൂടെ ഇതിൽ കൂടെ പോവാം. എല്ലാം ഇതിൽ കൂടെ ഇങ്ങനെ പോകും. ഓക്കെ, എല്ലാവരും ഇതിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത്രക്കും എന്ത് ചെയ്യും? തിക്കായിരിക്കും ഇവരെ കാര്യം. പിന്നെ ഇവരെ ഐയും എച്ചും കൂടെ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ, ഇവിടെ ഐന്റെ ഇവിടെ എച്ച് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ലീനിയർ ആയിരിക്കില്ല, നോട്ട് ലീനിയർ ആയ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. എങ്ങനെ കിട്ടുക? നോട്ട് ലീനിയർ ആയ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ലോ ഉണ്ട്. ആ ലോനെ പറയുന്ന പേരാണ് ക്യൂറിസ്. കൈഎം ഈസ് ഈക്വൽ ടു C/ എന്താണ്? T-TC. TC എന്ന് പറഞ്ഞാൽ ക്യൂറിസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഈ ഒരു ലോക്ക് നമ്മൾ പറയുന്ന പേര് കൈഎം ഈസ് ഈക്വൽ ടു C/T-TC. ഈ ലോക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യൂറിസ് വെൽസ് ലോ. ഓക്കെ, ഈ ലോക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യൂറിസ് എന്താ പറയാ? വെൽസ് ലോ. ഓക്കെ, ക്യൂറിസ് വെൽസ് ലോ. സോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ അത് ഞാൻ ഓക്കെ, അത് നമ്മൾ ക്യൂറിസ് വെൽസ് ലോ എന്നാണ് അതിന്റെ പേര്. സോ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിക്കുക. ക്യൂറിസ് വെൽസ് ലോ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ, TC എന്ന് പറഞ്ഞാൽ ക്യൂറിസ് ടെമ്പറേച്ചർ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ അതോടുകൂടെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു ഗ്രാഫും കൂടെ വരക്കാം. ഓക്കെ, ഒരു ഗ്രാഫും കൂടെ വരക്കാം. ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് നമുക്ക് വരക്കാൻ പറ്റും. സോ ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് നമ്മൾ കയ്യമ്മും അതേപോലെ ടെമ്പറേച്ചർ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ദ ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദ ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് വരെ കൈഎം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഈ പോയിന്റിന് ശേഷം കൈഎം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ ഇതുവരെ ഫെറോ ആണ്. ഈ ഭാഗത്തിന് ശേഷം പാരാമാഗ്നറ്റ് ആയിട്ട് അത് മാറപ്പെടും, അല്ലെങ്കിൽ മാറ്റപ്പെടും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹിസ്റ്റെറിസിസും കൂടെ പഠിക്കാറുണ്ട്. ഓക്കെ, ഹിസ്റ്റെറിസിസും കൂടെ പഠിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ഹിസ്റ്റെറിസിസ്. ഓക്കെ, സോ നമ്മൾ ഹിസ്റ്റെറിസിസും കൂടെ പഠിച്ചാൽ എന്ത് ചെയ്യും? നമ്മളെ സംഭവം കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ടൈം കൂടിപ്പോയി. ഓക്കെ, സോ അത് എന്തെങ്കിലും ആവട്ടെ. സോ ഹിസ്റ്റെറിസിസ് ഞാൻ പ്രത്യേകം പറയാം. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് അത് തീർക്കണം. സോ ഞാൻ കുറച്ച് സ്പീഡ് പോയത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സമയം വളരെ പരിമിതമാണ്. സോ ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ലൂപ്പാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ബിയും അല്ലെങ്കിൽ ഐയോ അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്ന ഒരു ഗ്രാഫിന് പറയുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഗ്രാഫ്. ഓക്കെ, നിങ്ങൾക്ക് എക്സ് ആക്സിസിൽ വേണമെങ്കിൽ ബി എടുക്കാം അല്ലെങ്കിൽ ഐ എടുക്കാം. സോ ബി ഓർ ഐ ഏതും എടുക്കാം. താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ആക്സിസ് നിങ്ങൾക്ക്, ഈ വൈ ആക്സിസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എച്ച് എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിൻ. സോ ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഞാൻ കുറെ പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് O ആണ്, ഈ പോയിന്റ് A ആണ്. ഓക്കെ, ഈ പോയിന്റ് C ആണ്, ഈ പോയിന്റ് D ആണ്, ഈ പോയിന്റ് E ആണ്, ദെൻ ഈ പോയിന്റ് F ആണ്. ഓക്കെ, സോ ഇതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ, സോ ഇവിടുന്നോട്ട് ഇതുവരെ നമ്മൾ ഇതും കൊടുത്തു. ഓക്കെ, സോ ഇവിടുത്തെ പ്രോസസ് എങ്ങനെയാ വെച്ചാൽ വെൻ എച്ച് ഇൻക്രീസസ് ബി ആൾസോ ഇൻക്രീസസ് അപ് ടു എ ലിമിറ്റ്. നമ്മൾ ഇവിടെയുള്ള എച്ച് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ബിയും കൂടും, ഒരു ലിമിറ്റ് വരെ കൂടുള്ളൂ. സോ അതാണ് ആ ലിമിറ്റ്. എച്ച് കൂടുമ്പോൾ ബിയും കൂടും, ഒരു ലിമിറ്റ് വരെ കൂടും. പിന്നെ എച്ച് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബിയും കുറയും. സോ നമ്മൾ എച്ച് കുറക്കുമ്പോൾ ബിയും കുറയും. ഓക്കെ, വെൻ എച്ച് ഈസ് ഈക്വൽ ടു 0, നമ്മൾ എച്ച് 0 ആകുമ്പോൾ എന്ത് ചെയ്യൂല? ബി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, എച്ച് 0 ആകുമ്പോൾ ബി ഒരിക്കലും 0 ആവില്ല. കാരണം OB എന്നുള്ള കർവ് എടുത്താൽ മതി. ഓക്കെ, സോ OB എന്നുള്ള പോയിന്റ് എടുത്ത് നോക്കിയാൽ, സോ ഇതാണ്, സോറി, ഇവിടെ OB ആണ് ഞാൻ കൊടുത്തത്.
സോ ഇവിടെ ഒ ബി എന്നുള്ള പോയിന്റിലെ പ്രത്യേകത എന്താ, ഈ ഒ ബി എന്നുള്ള പോയിന്റിൽ H0 ആണ്. ഓക്കെ, H0 ആണ്, അതേസമയം ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇത്രക്കും ദൂരത്തിന് നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്നാ പറയാം. എന്താ പറയാ, അത്രക്കും ദൂരത്തെ നമ്മൾ റിട്ടൻറ്റിവിറ്റി എന്നാ പറയാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ ഒ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് റിട്ടൻറ്റിവിറ്റി ആണ്. പിന്നെ H കൂട്ടുക എന്ന് ഉദ്ദേശിച്ച് H നെഗറ്റീവ്ക്ക് കൂട്ടുക. ഇവിടുന്ന് നമ്മൾ നേരെ നെഗറ്റീവ്ക്ക് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, ബിയും എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നെഗറ്റിവിറ്റി കൂട്ടുമ്പോൾ നമ്മൾ ബിയും കുറയും. അങ്ങനെ ബി 0 ആവുന്ന പോയിന്റ്, നമ്മൾ ബി 0 ആവുന്ന പോയിന്റിൽ എന്ത് ചെയ്യും, H നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഒ സി എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യും, ഈ ഒ സി എന്നുള്ള പോയിന്റിൽ ബി 0 ആയിരിക്കും, പക്ഷെ H നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇവിടുന്ന് തൊട്ട് ഇതേയുള്ള ലെങ്ത്തിന് നമ്മൾ കോയേഴ്സിവിറ്റി എന്നാ പറയാം. ഓക്കെ, ഇവിടുന്ന് തൊട്ട് ഇതേയുള്ള ലെങ്ത്തിന് കോയേഴ്സിവിറ്റി എന്നാണ് പറയാം. ഓക്കെ, സോ സിമ്പിൾ വരുവാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക. ഇതിന് വല്ലാതെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് ശേഷം താഴെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഹിസ്റ്ററിസിന്റെ വീഡിയോ, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ പോയിട്ട് ഇത്ര മിനിറ്റ് മുതൽ ഇത്ര മിനിറ്റ് വരെയുള്ള ഒരു റേഞ്ച് കൊടുക്കാം. അവിടെ പോയിട്ട് ഹിസ്റ്ററിസിസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കണ്ടാൽ മതി. ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, then we are going to study about retentivity. നമ്മൾ റീറ്റൻറ്റിവിറ്റിയാ പറയുന്നത്. റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി മെറ്റീരിയൽ when the external magnetizing field is 0. എക്സ്റ്റേണൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് 0 ആകുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ, അതിനെ പറയുന്ന പേരാണ് റീറ്റൻറ്റിവിറ്റി. അതായത് ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഉദ്ദേശിച്ചത് H0 ആകുമ്പോൾ, ഓക്കെ, H0 ആകുമ്പോൾ ബിന്റെ വാല്യൂ എത്രയാണ്, അതാണ് കോയേഴ്സിവിറ്റി. ഇനി അടുത്ത് റീറ്റൻറ്റിവിറ്റി. ഈ കോയേഴ്സിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, B0 ആകുമ്പോൾ Hന്റെ വാല്യൂ എത്രയാണോ അതാണ് കോയേഴ്സിവിറ്റി. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം, the hysteresis loop. Okay, loop area is proportional to the thermal energy developed per unit volume of the material of a cycle of magnetization. അതായത് ഈ ഒരു മൊത്തം ലൂപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു മൊത്തം ലൂപ്പിന്റെ ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏരിയ കൂടെ വെച്ചിട്ട് Q is equal to AVF എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, Q is equal to AVF. Q എന്ന് പറഞ്ഞാൽ തെർമൽ എനർജിയാണ്. Q എന്ന് പറഞ്ഞാൽ തെർമൽ എനർജിയാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പറഞ്ഞുതരാം. ഇന്നിപ്പോ Q എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി, എ എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിന്റെ ഏരിയ, അതായത് ഏത് ലൂപ്പിന്റെ ഏരിയ, എന്താ ഈ വരച്ച ലൂപ്പിന്റെ ഏരിയ. അതേപോലെ വി എന്ന് പറഞ്ഞാൽ എന്താണ്, വി എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ വോളിയായിട്ട് എടുക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അല്ല, ഫ്രീക്വൻസി ആണ്, നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം നോക്കുക. വി എന്ന് പറഞ്ഞ വോളിയാണ്. ഓക്കെ, വി എന്ന് പറഞ്ഞ വോളിയാണ്. സോ നിങ്ങളോട് എനർജി കാണാൻ പറയും, ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ തെർമൽ എനർജി കാണാൻ പറഞ്ഞാൽ Q is equal to AVF ആണ്. ഇനി സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. അതിന് ഹൈ പെർമിയബിലിറ്റി ആണ്, അതേപോലെ ലോ റിറ്റൻറ്റിവിറ്റി ആണ്. ഓക്കെ, അതേപോലെ സ്റ്റീൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക, അതിന് ഹൈ റിറ്റൻറ്റിവിറ്റി ആണ്, ഹൈ കോഴ്സിവിറ്റി ആണ്. ഓക്കെ, സോ ഈ ഹിസ്റ്ററിസിസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിന് ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതിന്റെ താഴെ, അത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, കാണും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഹിസ്റ്ററിസിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ താങ്ക് യു.